ഹായ് എല്ലാവർക്കും നമസ്കാരം. അക്കൗണ്ടൻസിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. ചാപ്റ്റർ 7 ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻസ് ആൻഡ് റിസർവ്സ്. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണിത്. നമുക്കിത് വളരെ സിമ്പിളായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പഠിച്ചെടുക്കാം. ഈ ചാപ്റ്ററിലെ ബേസിക് ഐഡിയാസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലെ പ്രോബ്ലംസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ബിസിനസ്സിന്റെ യഥാർത്ഥ ലാഭം അല്ലെങ്കിൽ നഷ്ടം കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ ഈ ചാപ്റ്റർ നമ്മളെ സഹായിക്കും. നിങ്ങളൊരു പുതിയ ഫോൺ വാങ്ങിയെന്ന് വിചാരിക്കുക. ഒരു വർഷം കഴിയുമ്പോൾ അതിന് അതേ വിലയുണ്ടാകുമോ? ഇല്ല, ഉറപ്പായും കുറയും, അല്ലേ? അതുപോലെ തന്നെയാണ് ഒരു ബിസിനസ്സിലെ മെഷീനുകൾ, വണ്ടികൾ, കെട്ടിടങ്ങൾ, അങ്ങനെയുള്ള ആസ്തികളുടെ കാര്യവും. കാലം കഴിയുന്തോറും അവയുടെ വില കുറഞ്ഞുവരും. ഈ വിലക്കുറവിനെയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഈയൊരു വിശകലനം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഡിപ്രിസിയേഷൻ എന്താണെന്നും അത് കണ്ടുപിടിക്കാനുള്ള 2 പ്രധാന വഴികളും അതോടൊപ്പം പ്രൊവിഷൻസ്, റിസർവ്സ് എന്താണെന്നും കൃത്യമായി മനസ്സിലാവും. ശരി, അപ്പം നമുക്ക് തുടങ്ങാമല്ലേ? ഡിപ്രീസിയേഷൻ പ്രോബ്ലംസ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് ബേസിക് വാക്കുകൾ പരിചയപ്പെടണം. ഇവ അറിഞ്ഞാൽ ബാക്കിയെല്ലാം എളുപ്പമാണ്. അപ്പോ എന്താണ് ഈ ഡിപ്രീസിയേഷൻ? വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഒരു ബിസിനസ്സിലെ ഫിക്സ്ഡ് അസറ്റ്സ്, അതായത് മെഷീൻ, ബിൽഡിംഗ്, ഫർണിച്ചർ പോലുള്ള സ്ഥിരമായ ആസ്തികളുടെ വിലയിലുണ്ടാകുന്ന കുറവിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇത് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. നമ്മളത് സ്ഥിരമായി ഉപയോഗിക്കുന്നതുകൊണ്ടാവാം, കാലപ്പഴക്കം കൊണ്ടാവാം, അല്ലെങ്കിൽ പുതിയ ടെക്നോളജി വരുമ്പോൾ പഴയതിന് വിലയില്ലാതാവുന്നതുകൊണ്ടും ആവാം. ഒരു അസറ്റിന്റെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് പ്രധാനമായും 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. 1. കോസ്റ്റ് ഓഫ് അസറ്റ്, അതായത് ആ അസറ്റ് വാങ്ങാനുള്ള വില മാത്രമല്ല, അത് നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാനാവശ്യമായ ചിലവുകളും ചേർന്ന് ആകെ തുക. 2. എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ്. സിമ്പിളായി പറഞ്ഞാൽ, ആ അസറ്റ് ഏകദേശം എത്ര വർഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നൊരു കണക്ക്. 3. സാൽവേജ് വാല്യൂ, അതിന്റെ ഉപയോഗമെല്ലാം കഴിഞ്ഞ് അവസാനം ഒരു ആക്രിവിലയ്ക്ക് വിറ്റാൽ കിട്ടുന്ന തുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തിനാണ് ഈ ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കുന്നത്, പിന്നെ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അടുത്തത്. ഡിപ്രീസിയേഷന് പ്രധാനമായും 4 കാരണങ്ങളാണുള്ളത്. 1. വെയർ ആൻഡ് ടെയർ, അതായത് സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ വരുന്ന തേയ്മാനം. 2. പാസേജ് ഓഫ് ടൈം, ഉപയോഗിച്ചില്ലെങ്കിലും കാലം കഴിയുമ്പോൾ വില കുറയുമല്ലോ. 3. ഒബ്സിലിസൻസ്, പുതിയ ടെക്നോളജി വരുമ്പോൾ പഴയത് ഔട്ട്ഡേറ്റഡ് ആവുന്നത്. 4. കാരണം മാച്ചിങ് പ്രിൻസിപ്പിളാണ്, അതായത് ഒരു വർഷത്തെ ലാഭം കണ്ടുപിടിക്കുമ്പോൾ ആ വർഷമുണ്ടാക്കാൻ ആ വർഷം വന്ന ചെലവുകളും നമ്മൾ കാണിക്കണം. ഡിപ്രീസിയേഷൻ അങ്ങനെയൊരു ചെലവാണ്. ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ രീതിയാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, ചുരുക്കി പറഞ്ഞാൽ SLM. പേര് പോലെ തന്നെ വളരെ സ്ട്രെയിറ്റ് ആണ്, വളരെ സിമ്പിളാണ്. ഈ രീതിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, എല്ലാ വർഷവും ഒരേ തുകയായിരിക്കും നമ്മൾ ഡിപ്രിസിയേഷനായിട്ട് കണക്കാക്കുന്നത്. അപ്പോ SLM വെച്ച് എങ്ങനെയാണ് ഡിപ്രിസിയേഷൻ കാണുന്നത്? അതിനൊരു ഫോർമുലയുണ്ട്. ആസറ്റിന്റെ ആകെ വിലയിൽ നിന്ന്, അതായത് കോസ്റ്റ് ഓഫ് അസറ്റിൽ നിന്ന് സാൽവേജ് വാല്യൂ കുറയ്ക്കുക. ആ കിട്ടുന്ന ഉത്തരത്തിനെ യൂസ്ഫുൾ ലൈഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത്രയുള്ളൂ. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിക്കേ. ഇത് കണ്ടാൽ കാര്യം പെട്ടെന്ന് മനസ്സിലാവും. 1-ാം വർഷം, 2-ാം വർഷം, 3-ാം വർഷം, എല്ലാ ബാറുകളും ഒരേ ഉയരത്തിലാണ്. എന്നുവെച്ചാൽ ഓരോ വർഷത്തെയും ഡിപ്രീസിയേഷൻ എമൗണ്ട് മാറുന്നേയില്ല, അത് ഫിക്സ്ഡാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, അല്ലെങ്കിൽ WDV. SLMൽ എല്ലാ വർഷവും എമൗണ്ട് ഒന്നായിരുന്നെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഓരോ വർഷം കഴിയുന്തോറും ഡിപ്രീസിയേഷൻ തുക കുറഞ്ഞു കുറഞ്ഞു വരും. തുടക്കത്തിലുള്ള വർഷങ്ങളിൽ കൂടുതലും പിന്നെ അങ്ങോട്ട് പോകുന്തോറും കുറവുമായിരിക്കും. ഒരു പുതിയ കാറിന് ആദ്യത്തെ വർഷം വില കുറയുന്ന അത്രയും 5-ാമത്തെ വർഷം കുറയില്ലല്ലോ, അതുപോലെ തന്നെ. ഈ രീതിയുടെ ലോജിക് മനസ്സിലാക്കണമെങ്കിൽ ബുക്ക് വാല്യൂ എന്ന വാക്ക് എന്താണെന്നറിയണം. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ഡിപ്രീസിയേഷൻ കുറച്ചു കഴിഞ്ഞിട്ടുള്ള ആ അസറ്റിന്റെ ഇപ്പോഴത്തെ വില. WDV രീതിയിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത് ഈ ബുക്ക് വാല്യൂവിന്റെ മുകളിലാണ്, അല്ലാതെ വാങ്ങിയ വിലയുടെ മുകളിലല്ല. അതുകൊണ്ടാണ് തുക ഓരോ വർഷവും കുറഞ്ഞുവരുന്നത്. ഇനി ഈ ചാർട്ടൊന്ന് നോക്കൂ. കണ്ടോ? 1-ാമത്തെ വർഷം ഡിപ്രിസിയേഷൻ തുക ഏറ്റവും കൂടുതൽ, 2-ാമത്തെ വർഷം അത് കുറഞ്ഞു, 3-ാമത്തെ വർഷം വീണ്ടും കുറഞ്ഞു. ഇതാണ് WDVയും SLMും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ശരി, ഇപ്പൊ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചില്ലേ? ഇനി ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ചെറിയ കണക്ക് ചെയ്തു നോക്കിയാലോ? ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയുള്ള ഒരു എക്സാം സ്റ്റൈൽ ചോദ്യമാണ്, അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. ഇലസ്ട്രേഷൻ 1 നോക്കാം. ആദ്യം തന്നെ ചോദ്യത്തിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എടുത്തെഴുതാം.
പ്ലാന്റ് വാങ്ങിയ വില 5 ലക്ഷം. ഇൻസ്റ്റലേഷൻ ചാർജ് 50,000. ഇവിടെയാണ് പലർക്കും തെറ്റുന്നത്. ഈ ഇൻസ്റ്റലേഷൻ ചാർജ് മറക്കാതെ ആഡ് ചെയ്യണം. അപ്പോ അസറ്റിന്റെ ടോട്ടൽ കോസ്റ്റ് 5,50,000 രൂപയാണ്. സാൽവേജ് വാല്യൂ 10,000 രൂപയും യൂസ്ഫുൾ ലൈഫ് 10 വർഷവുമാണ്. ഇനി നമ്മുടെ SLM ഫോർമുല ഉപയോഗിക്കാം. അപ്പോൾ ഫോർമുലയിൽ ഈ വിലകൾ ഇട്ടുകൊടുക്കുമ്പോൾ 5,50,000 നിന്ന് 10,000 കുറയ്ക്കുക, അതിനെ 10 കൊണ്ട് ഹരിക്കുക. അപ്പം നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും 54,000 രൂപ. ഓർക്കേണ്ട കാര്യമെന്താന്ന് വെച്ചാൽ ഇത് SLM രീതി ആയതുകൊണ്ട് വരുന്ന 10 വർഷവും ഇതേ 54,000 രൂപ തന്നെയായിരിക്കും ഡിപ്രീസിയേഷൻ. ഓക്കെ, കണക്ക് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഇനി പരീക്ഷയ്ക്ക് മാർക്ക് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സാധാരണ കുട്ടികൾക്ക് പറ്റുന്ന ചില തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അസറ്റിന്റെ കോസ്റ്റ് എടുക്കുമ്പോൾ വാങ്ങിയ വിലയുടെ കൂടെ ഇൻസ്റ്റലേഷൻ ചാർജ്, ഫ്രേറ്റ് ചാർജ്, അതായത് അത് സ്ഥാപിക്കാനും കൊണ്ടുവരാനുമുള്ള ചെലവുകൾ കൂട്ടാൻ മറന്നു പോവരുത്. അത് കോസ്റ്റിന്റെ ഭാഗമാണ്. രണ്ടാമത്തത്, ഒരു അസറ്റ് വർഷത്തിന്റെ പകുതിക്ക് വെച്ചാണ് വാങ്ങുന്നതെങ്കിൽ ആ വർഷം മുഴുവൻ വർഷത്തേക്കുമുള്ള ഡിപ്രീസിയേഷൻ കാണരുത്. എത്ര മാസമാണോ ഉപയോഗിച്ചത് അത്രയും മാസത്തേക്കുള്ള ഡിപ്രീസിയേഷൻ മാത്രം കണക്കാക്കിയാൽ മതി. ഇനി നമ്മൾ പഠിച്ച 2 മെത്തേഡുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. SLMഉം WDVയും. ഒന്നാമത്തെ പോയിന്റ്, ഡിപ്രീസിയേഷൻ എന്തിന്റെ മുകളിലാണ് ചാർജ് ചെയ്യുന്നത് എന്നതാണ്. SLMൽ ഒറിജിനൽ കോസ്റ്റിന്റെ മുകളിലാണ്, എന്നാൽ WDVൽ ഓരോ വർഷത്തെയും ബുക്ക് വാല്യൂവിന്റെ മുകളിലാണ്. രണ്ടാമത്തെ വ്യത്യാസം ഓരോ വർഷത്തെയും തുകയാണ്. SLMൽ ഇത് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും, ഒരേ തുക. WDVയിലാണെങ്കിലോ അത് കുറഞ്ഞു വരും. ശരി, ഇനി പരീക്ഷയുടെ തലേദിവസം ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള ഒരു ക്വിക്ക് റിവിഷൻ. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോർമുലകളും ആശയങ്ങളും മാത്രം നമുക്കൊന്നുകൂടി ഉറപ്പിക്കാം. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അഥവാ SLMന്റെ ഫോർമുല മനസ്സിൽ ഉറപ്പിച്ചോളൂ. കോസ്റ്റ് ഓഫ് അസറ്റ്, അതിൽ നിന്ന് സാൽവേജ് വാല്യൂ കുറയ്ക്കുക, കിട്ടുന്ന ഉത്തരത്തിനെ യൂസ്ഫുൾ ലൈഫ് കൊണ്ട് ഹരിക്കുക. അടുത്തത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അഥവാ WDV. ഇതിന്റെ ലോജിക്ക് എന്താണ്? ഓരോ വർഷവും തുടങ്ങുമ്പോഴുള്ള ബുക്ക് വാല്യൂ എന്താണോ അതിനെ തന്നിരിക്കുന്ന ഡെപ്രീസിയേഷൻ റേറ്റിന്റെ ശതമാനം കൊണ്ട് ഗുണിക്കുക. അത്രയുള്ളൂ. പരീക്ഷയ്ക്ക് ഇനി ഒരാഴ്ചയുള്ളൂ എന്നാണെങ്കിൽ പേടിക്കേണ്ട. ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്താൽ മതി. 1-ാം ദിവസം ഈ വീഡിയോ ശ്രദ്ധയോടെ ഒന്നുകൂടി കാണുക, ബേസിക്സ് ഉറപ്പിക്കുക. 2-ാം ദിവസവും 3-ാം ദിവസവും ടെക്സ്റ്റ് ബുക്കിലെ SLM രീതിയിലുള്ള കണക്കുകൾ മാത്രം പ്രാക്ടീസ് ചെയ്യുക. 4-ാമത്തെയും 5-ാമത്തെയും ദിവസം WDV രീതിയിലുള്ള കണക്കുകൾ ചെയ്യുക. അവസാനത്തെ 2 ദിവസം പഠിച്ചതെല്ലാം ഒന്നുകൂടി റിവൈസ് ചെയ്യുക. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ബേസിക്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ പിന്നെ ഫുൾ മാർക്ക് വാങ്ങുന്നത് അത്ര പ്രയാസമല്ല. നിങ്ങൾക്ക് എന്തായാലും പറ്റും. നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.